തുറന്നു കൊടുക്കണം, അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാത്ത എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മരക്കഴുക എന്നുള്ള വിളിയായി. ഏവർക്കും നമസ്കാരം. ബിഗ് ബോസിൽ ഇന്ന് അടിയോടടി, എപ്പോഴും അടിയാണ്, പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. പക്ഷെ അടിയുടെ യഥാർത്ഥ അടി ഇന്നാണ് നടന്നത്. മറ്റാരും തമ്മിലല്ല, നമ്മുടെ പ്രശ്നക്കാരൻ എന്ന് വിധി എഴുതുന്ന അനീഷും ക്യാപ്റ്റനായ ഷാനവാസും തമ്മിലാണ്. അടിയുടെ കാരണം എന്ന് പറയുന്നത് ജയില് തുറന്നു കൊടുക്കണം, അതായത് അവർക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെയുള്ള ജയില് തുറന്നു കൊടുക്കാനുള്ള അധികാരം ക്യാപ്റ്റനായ ഷാനവാസിനാണ്. ഷാനവാസ് ഈ രാത്രിത്തേക്ക് ടയർഡൊക്കെ ആയതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് മയങ്ങുമായിരുന്നു. അപ്പം ആ ഉറക്കത്തിന്റെ ഇതില് പുള്ളിക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളി എഴുന്നേറ്റ് കാണത്തില്ല. ചെന്നിട്ട് പറഞ്ഞു, നീ പിന്നെ തുറന്നു കൊടുക്കണം, അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാത്ത എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മരക്കഴുക എന്നുള്ള വിളിയായി. അപ്പൊ പറഞ്ഞു, നീ നിന്റെ മരക്കഴുത നീയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി നിന്റെ വീട്ടിൽ പോയി പിടി എന്ന് വേണ്ട. ബിഗ് ബോസ് അടിയുടെ പൂരമായി മാറുകയാണ്. എന്തായാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും തലയണ, അങ്ങോട്ടെറിയുന്നു ഇങ്ങോട്ടെറിയുന്നു, അങ്ങോട്ടെറിയുന്നു ഇങ്ങോട്ടെറിയുന്നു. അങ്ങനെ ഒരു വലിയ വഴക്ക് ഇതുവരെ നടന്നതിൽ അനീഷുമായിട്ട് ഭയങ്കരമായ വഴക്കാണ് ഇന്ന് ഷാനവാസ് അവിടെ നടത്തിയത്, ഷാനവാസുമായിട്ടുണ്ടായത്. ആരുടെ ഭാഗത്ത് തെറ്റെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റ് കാണും. ഇപ്പം ബിഗ് ബോസ് ഇനി ചിലപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ ചില സൗഹൃദം ഉണ്ടാക്കി. ഷാനവാസ് എന്നിട്ട് പറഞ്ഞു, സോറി പറഞ്ഞു. ഷാനവാസ് അനീഷിനെ കയ്യിലെടുക്കാൻ വേണ്ടി താടിക്ക് പിടിക്കുന്നു, വീണ്ടും പോയി ഷേക്കാൻഡ് കൊടുക്കുന്നു. അങ്ങനെ ചില നാടക രംഗങ്ങളുടെ അതിനുശേഷം കണ്ടു. ഇവര് തമ്മിൽ എത്ര വഴക്കുണ്ടാക്കിയാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവർക്ക് പിന്നിൽ ഇതിനകത്ത് ഒരു കണ്ടന്റ് ക്രിയേഷൻ ലക്ഷ്യമുണ്ട്. എന്നിട്ട് ഇവര് മനഃപൂർവ്വമാണോ അല്ലാതാണോ ചെയ്യുന്നത്, എന്തായാലും ആ സ്നേഹബന്ധത്തിന് ഇതൊരു കുറവുമില്ല. അനീഷ് വേറെ ആരെങ്കിലും ആണ് ചിലപ്പം അത് അംഗീകരിക്കത്തില്ല. പക്ഷെ ഷാനവാസുമായിട്ട് പലപ്പോഴും എത്ര ഇവര് ഭയങ്കര കീരിയും പമ്പന്മാരും നിന്നിട്ട് ഇണങ്ങുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാം. നമ്മൾ കാണാൻ ഭയങ്കര അടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഷാനവാസ് പോയിട്ട് പിന്നെ അനീഷ് എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ അനീഷ് ശരിക്കും അനീഷിന് മനുഷ്യത്വം ഉണ്ട്, നല്ല മനുഷ്യനുമാണ്. തൃശ്ശൂർ ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് വന്നു എന്നും പറഞ്ഞ അയാള് പഴമക്കാരനൊന്നുമല്ല. അയാൾക്ക് വ്യക്തമായ ഈ ബിഗ് ബോസിന്റെ ധാരണയുള്ള ഒരാളാണ്. അപ്പൊ ഇതിനകത്ത് രേണുസുതിയൊക്കെ കിടക്കുകയാണ്. ഇതിനകത്തിൽ എന്താന്ന് വെച്ചാല് ബിഗ് ബോസിന്റെ ഒരു ഡ്രസ് ഇത് പലർക്കും 2 ജോഡി കൊടുത്തു 3 ജോഡി കൊടുത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത്രയും വലിയൊരു കൊട്ടാരം പണിഞ്ഞിട്ടിട്ട് അതിനകത്തിലെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഡ്രസ്സ് അവർക്ക് സഫീഷ്യന്റ് ആയിട്ട് കോസ്റ്റ്യൂം അതുപോലെ കോസ്മെറ്റിക്സ് ഒന്നും കൊടുക്കുന്നില്ല. അത് സത്യത്തില് ബിഗ് ബോസ് കുറച്ചങ്ങോട്ട് മാറുമ്പോൾ ബിഗ് ബോസിന്റെ ഒരു തന്ത്രമായിട്ടേ അതിനെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും അവിടെ ഇന്ന് ഉച്ചക്കലത്തേക്ക് അരി പോലും ഇല്ല. കഷ്ടം. 3 നേരം 4 നേരം വീട്ടിൽ നിന്ന് വിളമ്പിക്കൊണ്ട് ടേബിളിന്റെ പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കുന്നവര് അരിയില്ലാതെ കിടന്ന് കരയുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നല്ല കുറെ ഗുണപാഠങ്ങളും ഉണ്ട് നമ്മൾ ആ ഒരു സെൻസിൽ കാണുകയാണെങ്കിൽ. കാര്യം നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു തലത്തിലേക്ക് കൂടി ബിഗ് ബോസ് ഇറക്കിക്കൊണ്ട് പോകുന്നു. അതാണ് അതിൻ്റെ മറ്റൊരു വശം. പക്ഷേ ഈ രാവിലെ 5 മണിക്ക് ലിപ്സ്റ്റിക്കും പിന്നെ മറ്റു വിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ജസീലിനെ കൂട്ടുള്ളവർക്ക് ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല. അവർക്ക് അവരുടെ കുപ്പായോ അവരുടെ ആ കോസ്റ്റ്യൂമും ഒക്കെ ഇട്ടില്ലെങ്കിൽ അവരൊന്നും അല്ല എന്നുള്ള ഒരു മനസ്സിലെ തോന്നലുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ. എന്തായാലും ശരി, അടിക്ക് ഒരു കുറവുമില്ല. ഇതിനത്തിന് അനുമോള് ഒരു കരച്ചിക്കുട്ടിയായിട്ട് മാറിയേക്കാണ്. കരച്ചിൽ എല്ലാത്തിലും പോയി തല വെച്ച് അനുമോള് കുറെ കയറി വരുന്നുണ്ട്. ലേഡീസ് ഭാഗത്ത് നോക്കിയാൽ അനുമോള് ജിസേല് നിങ്ങൾ ശ്രദ്ധിച്ചു, ബാക്കിയുള്ളവരൊന്നും വഴക്കിട്ടിട്ടാലും മറ്റാണെങ്കിലും ഒന്നും ഒരു കണ്ടുമില്ല. ജിസേല് വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു കയറുന്നു. ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ എനിക്ക് തോന്നുന്നു ജിസേലാണ്. അത് അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അടിവെപ്പിക്കുന്നെങ്കിലും അവളുടെ ബുദ്ധിമതിയാണ്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാം. പിന്നെ അനീഷോടുള്ള വൈരാഗ്യം കഴിഞ്ഞ ദിവസമൊക്കെ ടാസ്കിൽ 17 പേരും ഒരു പേര് നിർദ്ദേശിച്ചപ്പോൾ അനീഷിന്റെ പേരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ കുരുക്കുണ്ടാക്കുന്ന പ്രശ്നകാരി ആരാന്ന് വെച്ചപ്പോൾ അനീഷിന്റെ പേര് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ അനീഷ് ക്യാപ്റ്റൻസിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ കിച്ചണിലേക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും
10:30 മണിക്ക് ഇങ്ങനെ ദോശയ്ക്ക് മാവൊഴിക്കുമ്പം അല്ല വെള്ളച്ചാട്ടം ആയി പോകുന്ന മാതിരിയൊക്കെയാണ് പോകുന്നത്. പിന്നെ അവനെ അങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കുന്നത് കൃത്യമായ ഫുഡ് ടൈമിങ് അവിടെ ഇല്ല. അനീഷ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ അവിടെ കാണിച്ച കോപ്രായങ്ങളും എല്ലാവർക്കും അറിയാം. അനീഷ് കുറച്ചുകൂടെ അന്ന് ലിബറൽ ആകേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളി ഇതിൽ നിന്ന് ക്യാപ്റ്റൻസിൽ നിന്ന് മാറിയപ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ട്. എന്തായാലും ശരി, അനീഷും ഷാനവാസും കൂടാണ് ഇപ്പോൾ കുറെ കണ്ടന്റ് കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ അപ്പുറമുള്ള അഭിലാഷ് ഒരു സൈലന്റ് പ്ലെയറായി കയറി വരുന്നുണ്ട്. അഭിലാഷിന്റെ ഒരു ക്വാളിറ്റി അതാണ് ഞാൻ കാണുന്നത്. പിന്നെ അപ്പാനി ശരത്ത് ഈ അനുമോളുമായിട്ടൊക്കെ വഴക്കിടാൻ വേണ്ടിയിട്ടുള്ളതല്ലാതെ എന്താ അതിനകത്ത് കാണിക്കുന്നത്? എന്ത് ഇവർ ബിഗ് ബോസ് കൊടുക്കുന്ന കളികളിൽ ഓടൂ ചാടൂ അല്ലെങ്കിൽ പറയും ചെയ്യുന്നതിനപ്പുറം ഇവർക്ക് മറ്റുള്ള ടൈമിലുള്ള കാര്യങ്ങളുടെ ആസ്പെക്ട്സ് ഇവർ നോക്കും. അപ്പം അതിനകത്തിന് അപ്പാനി ശരത്തും അക്ബറും ഒന്നുമില്ല അവിടെ. ഇപ്പം ഇങ്ങനെ ഒരു പരുവത്തിൽ നിൽക്കുക. അപ്പം ഇനിയിപ്പോൾ അടുത്ത ഇതിലെ ക്യാപ്റ്റൻസി മാറുന്ന ദിവസങ്ങളാണ്. ലാലേട്ടൻ വരുന്ന ദിവസങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ, ആരൊക്കെയാണ് നോമിനേഷനിൽ വരുന്നത് എന്നുള്ള വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവർക്ക്. ബിഗ് ബോസിനെ കുറിച്ച് പലരും കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ബിഗ് ബോസിൽ എന്തിനാണ് ഈ മോഹൻലാൽ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. മോഹൻലാലിന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, അത് ചിലപ്പം മമ്മൂട്ടി ചെയ്യണമെന്നില്ല. മമ്മൂട്ടിക്ക് ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. അപ്പൊ അതിനെ വെച്ച് പന്താടുന്ന ഒരു പ്രവണത വേണം. ബിഗ് ബോസിന്റെ നേരത്തെയുള്ള എപ്പിസോഡുകളിലൊക്കെ വന്ന വിരസതയൊന്നും ഇപ്പോൾ ഇല്ല. ടാസ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും 7ന്റെ പണി എന്ന് പറയുമ്പോൾ കറക്റ്റ് കാര്യങ്ങളിൽ പോകുന്നുണ്ട്. പിന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കുക. എന്തായാലും ശരി, കൂടുതൽ അപ്ഡേറ്റുമായി പിന്നെ കാണാം. നന്ദി, നമസ്കാരം.